PR എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടറിയാം, അനീഷ്. ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നില്ല. 5 വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കയറാൻ കാത്തിരുന്ന ഒരാളാണ്. PR-നെ കുറിച്ചൊന്നും അറിയില്ല. 3 ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്നൊരു കോൾ വന്നതാണോ? 3 ദിവസം മുൻപാണ് എനിക്ക് 12 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ അറിയിച്ചത്. അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കും. ബിഗ് ബോസ് സീസൺ 7 മത്സരങ്ങൾ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇനിയിപ്പം മൊത്തത്തിൽ 4 ആഴ്ചയേ ഉള്ളൂ. ഓരോ മത്സരാർത്ഥികളും അതിനകത്ത് അടിയും പിടിയും വാശിയും വൈരാഗ്യവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷാനവാസ് ഇന്നലെ ജയിൽ നോമിനേഷൻ നടന്നപ്പോൾ ഒരേ കാര്യങ്ങൾ പറയുകയും ഉള്ള കാര്യങ്ങൾ ഷാനവാസ് വിളിച്ച് പറഞ്ഞു. അനീഷിൻ്റെ കാര്യമാണ്. അനീഷ് നോമിനേഷൻ ചെയ്തപ്പോൾ അനീഷ് ഓരോന്ന് പറയുകയുണ്ടായി. അനീഷിൻ്റെ അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞു. ഷാനവാസ് അനീഷിനെ പറ്റി പറഞ്ഞു. രണ്ടുപേരും സൗഹൃദം കൂട്ടുകാരാണെങ്കിലും പറയാനുള്ള കാര്യം ഷാനവാസ് എല്ലാം തുറന്നു പറഞ്ഞെന്ന് തന്നെ വേണം പറയാൻ. അനീഷ് പറഞ്ഞല്ലോ, അനീഷിന് PR ഇല്ല. അനീഷ് PR ഇല്ലാതെ ഒരു സാധാരണക്കാരനായിട്ടാണ് വന്ന. കൂലിപ്പണി എന്തെന്ന് ഒരു കൃഷിക്കാരനാണ്, ഒരു സാധാരണക്കാരനാണ് എന്നൊക്കെ അനീഷ് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഷാനവാസ് പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും സാധാരണക്കാർ തന്നെയാണ്. അവരും ഓരോരോ കഷ്ടപ്പാടിലൂടെ തന്നെയാണ് അവർ ഇന്ന് ഈ സീരിയലിലായിരുന്നാലും സിനിമകളിലായിരുന്നാലും ഈ ഫീൽഡുകളിൽ അവർ നിൽക്കണത്. ജീവിക്കാനുള്ള പെടാപ്പാടിനിടയിലാണ് അവർ ഇങ്ങനെ നിൽക്കുന്നത്. അതിൽ പല ദിവസവും അനീഷ് സീരിയലിലെ നടിയാണെന്നും സീരിയലിലെ നടനാണെന്നും അഭിനയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടും ഷാനവാസിനെ ആയിരുന്നാലും അനുമോളെ ആയിരുന്നാലും അനീഷ് ഒരുപാട് അങ്ങേയറ്റം പറഞ്ഞു. അനീഷെന്ന് മാത്രമല്ല, അതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തരും അനുമോളെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ജയിൽ നോമിനേഷനിൽ അനീഷിനെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അനീഷ് ഇന്നലെ ജയിലിൽ പോയി. അപ്പോൾ അതിനിടയിൽ നോമിനേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഷാനവാസ് തുറന്ന് പറയുന്നത്. ശരിയാണ്, അനീഷ് ക്യാമറ സ്പേസിന് വേണ്ടി ഒരേ ഭാഗത്ത് ചെന്ന് നിൽക്കുകയും ഒരു 5 മണിയാകുമ്പോൾ തന്നെ അങ്ങോട്ട് എഴുതിച്ചിറങ്ങി ആ ഗ്രൗണ്ടിലോട്ട് പോവുകയും സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എന്നും പറഞ്ഞ് ഒരു 10-20 പ്രാവശ്യം പറയുകയും ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് പിന്നെ കേൾക്കുന്നില്ലേ? എന്തിനാണ് ഇങ്ങനെ പറയണത്? ഗുഡ് മോർണിംഗ് പറഞ്ഞ് നടന്ന അനീഷാണ് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി ബിഗ് ബോസ് സുപ്രഭാതം എന്നിട്ട് ക്യാമറകൾ ഫുള്ള് നോക്കും. അവിടെ എത്രയോ ക്യാമറകളുണ്ട്, ഇങ്ങനെ റൗണ്ടിനിരിപ്പുണ്ട്. ക്യാമറയിൽ നോക്കിയിട്ട് അനീഷ് ഇങ്ങനെ പറയും. അതുപോലെ സ്റ്റോർ റൂമിൽ പോവും, മെഡിസിൻ എടുക്കാം. മെഡിസിനായിരുന്നാലും ഏതൊരു കാര്യത്തിനായാലും അനീഷ് ഇങ്ങനെ ഓടി പോവും. എന്നിട്ട് അനീഷ് അവിടെ നോക്കും, ക്യാമറയിൽ ഇങ്ങനെ നോക്കും. അതിന് അനീഷ് പറഞ്ഞ എന്തോന്നാണ്, അനുമോള് അരി അടുക്കളയിൽ നിന്ന് നാടക നടിയായിട്ട് അഭിനയിച്ച് അരി ഊറ്റുമ്പോൾ ക്യാമറ നോക്കൂന്ന്. അനുമോൾ അങ്ങനെ എന്തും നോക്കുമൊന്നുമില്ല. അനുമോളിലെ വെപ്രാളപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു പ്രകൃതമാണ് അനുമോളെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. അത് അനീഷാണ് അവിടെ പറയാൻ കൊള്ളാമായിരുന്നു. ഷാനവാസ് ഓരോ കാര്യങ്ങളും പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അനീഷിന് ഭയങ്കര PR-ആണ്. PR-ന്റെ രാജാവാണ് അനീഷ്. PR തന്നെയാണ് ഈ കളി മൊത്തം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് ഇത്രയും ഇതുപോലെ വോട്ട് കയറി പോകണമെങ്കിൽ അത് PR-ന്റെ ബലത്തിലാണ്. അനീഷിൻ്റെ മുഖംമൂടികൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഏതൊരു കാര്യത്തിനായാലും ബാക്കിയുള്ളവരെ താഴ്ത്തിക്കെട്ടാനും അവിടെ വരുന്ന ഗസ്റ്റുകളെയൊക്കെ അപമാനിക്കാനും അനീഷ് മിടുക്കനായി. സാബുമോൻ കൊടുത്ത ടാസ്കിൽ അനീഷ് അപമാനിക്കുന്ന രീതിക്ക് അങ്ങ് എഴുതിച്ച് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. യവന്മാർക്ക് ആരാണ് വോട്ട് കൊടുത്ത് സാധാരണക്കാരെന്നും പറഞ്ഞ് കയറ്റിവിടുന്നത്? ഒരാവശ്യവും ഇല്ല. ഫേക്കായിട്ടാണ് അതിനകത്ത് നിൽക്കണത്. ഇവന് എങ്ങനെയെങ്കിലും കപ്പ് തൂക്കി വെളിയിലോട്ട് ഇറങ്ങണം. ഇവൻ്റെ തനി സ്വഭാവം അപ്പോഴാണ് അവിടെ അറിയാൻ പോണത്. ഇതിനകത്ത് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി അനീഷ് പല കോലങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ജയിൽ നോമിനേഷനിൽ ഷാനവാസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. അടിപൊളിയായിട്ടാണ് പറയുന്നത്. പറഞ്ഞിട്ടേ പോവും. ആ ലാബിലൂടെ വായ മൂടിക്കെട്ടാൻ വേണ്ടി ഒട്ടിക്കാന്ന് അനീഷ് വിചാരിക്കട്ടെ. അനീഷിനെ തുറന്ന് കാണിക്കും എന്ന് പറയുന്നത് അനീഷ് ഈ ഇവിടുന്ന് പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കലും കള്ളത്തരങ്ങളോ അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതും ഇത്ര നല്ല ലാബിൽ വെച്ചിട്ട് എന്നെ ഒട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിന്ന് തരില്ല. മനസ്സിലായില്ലേ? പിന്നെ അതിൽ വിഷമം കരുതിയിട്ടും കാര്യമില്ല.
കാരണം എൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു കള്ളം പറയുകയും തെറ്റിദ്ധരിപ്പിക്കുകയും കള്ളത്തരം കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഞാൻ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. ഈ അവസാനം വരെ 100ാമത്തെ ദിവസം വരെ ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 100ാമത്തെ ദിവസം വരെ ഞാൻ തുറന്ന് കാണിച്ചിട്ട് തന്നെ പോകും എന്ന് വിചാരിച്ചിട്ട് മിത്രം എന്നുള്ളത് എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. അതൊരു കോണിലുണ്ടാവും. പറയാനുള്ള പറഞ്ഞിട്ടേ പോകുള്ളൂ. നീ ഇവിടെ ആദ്യം കാണിക്കുന്ന ഒരു ഫേക്ക്. അങ്ങനെ ഈ ഷാനവാസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് പോയിന്റ് ഉൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത്. അനീഷ് ഫേക്കായിട്ട് നിന്ന് ഗെയിം കളിക്കുകയാണെന്നും അനീഷ് എല്ലാവരെയും കയ്യിലെടുക്കാൻ, ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രപ്പാടാണ്. PR-ന്റെ കാര്യം പറഞ്ഞ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് തന്നെ എല്ലാവരും എഴീച്ചു നിന്ന് പറഞ്ഞ അനുമോൾക്ക് PR ഉണ്ട്, അനുമോള് PR വെച്ചിട്ടാ നല്ല PR ആണെന്ന്. അനുമോൾക്ക് PR ഇല്ലാത്തവരാരും ഇല്ല, എല്ലാവർക്കും PR ഉണ്ട്. പക്ഷേ കൂടുതൽ PR-നെ ഇറക്കിയിരിക്കുന്ന അനീഷാണ്. എന്നിട്ട് ബിന്നി വേറൊരു കാര്യം പറഞ്ഞു, അനുമോള് 16 ലക്ഷം രൂപ കൊടുത്ത് PR-നെ ഇറക്കി. ഈ അനുമോള് ഈ ഫാമിലി വീക്ക് വന്നതിന് ശേഷം അവരെയൊക്കെ ഫാമിലികളെല്ലാം ക്ലൂ കൊടുത്തായിരുന്നു. എല്ലാം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അതിന് ശേഷമാണ് ബിന്നിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്ന. ക്ലൂ കൊടുത്ത് പറഞ്ഞ് അത്ര ധൈര്യത്തോടു കൂടി ഇല്ലാക്കഥ പറയണമെങ്കിൽ അവൾ എങ്ങനെ ഉള്ളവളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പോൾ 16 ലക്ഷം രൂപ കൊടുത്ത് PR-നെ ഇറക്കിയതാണെന്ന് പറഞ്ഞ് അനുമോളെ തളർത്താൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയും ചെയ്തിരുന്നു, ബിന്നി അടുത്ത ആഴ്ച പോയിരിക്കും, അനുമോളേന് പറഞ്ഞിരിക്കണം പോയിരിക്കുമെന്നും. അതേപോലെ ബിന്നി ഔട്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആവശ്യമില്ലാത്ത കാര്യം PR ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും വേണ്ടില്ല, ബിന്നി ഒരു കള്ളക്കഥ അവിടെ മെനഞ്ഞെടുത്തു. അനുമോൾക്ക് PR 16 ലക്ഷം രൂപ കൊടുത്ത് PR-നെ ഇറക്കിയിരിക്കണമെന്ന്. അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെ അനീഷിൻ്റെ ബ്രദർ പറഞ്ഞ് അത് സപ്പോർട്ടുകൾ മാറ്റുകയും ഇൻസ്റ്റാ പേജ് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് അനുമോള. അപ്പോൾ അവരെല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യും. ഒരുപാട് പേരുണ്ട്. അവൾ ഈ ഫീൽഡിൽ സ്റ്റാർ മാജിക്കിൽ നിൽക്കുന്നെങ്കിലും നല്ല കോമഡിയാണ്, എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടാണ് അനുമോള് സ്റ്റാർ മാജിക്കിൽ നിൽക്കുന്നത്. പെട്ടെന്ന് അനുമോൾക്ക് സങ്കടം വരും. ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം അനീഷ് അനുമോളെ നല്ലതുപോലെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവർ വന്ന് പറഞ്ഞു കൊടുത്ത അനുമോൾക്ക് നല്ല സപ്പോർട്ടാണെന്ന് ഫാമിലി വന്ന് പറഞ്ഞു. അനീഷിൻ്റെ സഹോദരൻ വന്ന് പറഞ്ഞതിന് ശേഷം അനീഷ് കൊണ്ടങ്ങ് ഇളവിയത് കൊണ്ടാണ് അനീഷ് പറഞ്ഞ ആ പാവപ്പെട്ട അനുമോള് അവിടെ കിടന്നും കൊണ്ട് ആ കിച്ചണിനകത്ത് കിടന്ന് ഇത്രയും എണ്ണത്തിന്. ഇപ്പോഴാണെങ്കിൽ 10 പേരല്ലേ ഉള്ളൂ, അന്ന് അങ്ങനെയല്ല. അന്ന് 10-20 പേരുള്ള സമയത്ത്, 20 അല്ലെങ്കിലും ഒരു 10-18 പേരെങ്കിലും ഉള്ള സമയത്താണ് ഇത്രയും പേർക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ എല്ലാം കൂടെ തലയ്ക്ക് മീതെയാണ് വന്ന് മറിയണത്. ഫുഡ് പാചകം ചെയ്യണ അനുമോളാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അരിഞ്ഞ് പറക്കി കൊടുക്കാനൊക്കെ ആളുകൾ കാണും. ഇവളെ തലയ്ക്കും മീതെയാണ് പാത്രങ്ങൾ കൊണ്ടിട്ട് മറിക്കണത്. ഇന്നാണെങ്കിൽ ഒരു 7-8 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ കൂടിപ്പോയി 10-11 പേരല്ലേ ഉള്ളൂ. അതിലിപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ ഔട്ടായിപ്പോയി. ഈ തലയ്ക്കും മീതെ വന്ന് ഇത്രയും പേർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുമ്പോൾ അവിടെ അടിയാണ് നടക്കണത്. അതിൻ്റെ ക്രമത്തിന് തരാതരം പോലെ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് 3 ആഴ്ച കിടന്ന് ആ കിച്ചണിനകത്ത് കിടന്ന് കറങ്ങിയിട്ട് ഇപ്പോൾ 1-2 പേർക്ക് തന്നെ ആകുമ്പോൾ ഒരു വീട്ടിലെ ജോലിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെയാണ് ഒരു 10-20 പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് എല്ലാം കൂടെ ആ ഫുഡ് ഉണ്ടാക്കണടത്തും അടി, ഫുഡ് ഉണ്ടാക്കണ സമയത്തും അടി. ആ റെന ഫാത്തിമയൊക്കെ എന്തെല്ലാം കാട്ടിക്കൂട്ടി, ഈ അപ്പാനി ശരത്ത് ഇവരെല്ലാവരും ഇട്ട് അതിനകത്തിട്ട് കാണിച്ച് കൂട്ടിയ പ്രവൃത്തിയൊന്നും പറയാതിരിക്കണേന്നല്ല. അപ്പം എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. എല്ലെണ്ണം ഇരുന്ന് തിന്ന് വേറെ ഇറങ്ങി കുടവയറും ചാടി എല്ലാം ഒരു പരുവായി. പാചകങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് പോലും ആ ഒരു പെൺകുട്ടി അതിനകത്തിട്ട് ക്രൂരമായിട്ടുള്ള ശിക്ഷയായിരുന്നു അതിനകത്ത് കൊടുത്തത്. അനീഷ് പറയുന്ന കാര്യം എന്തോന്നാണ്, അനുമോള് നാടക നടിയാണെന്നും ക്യാമറ അരി വാക്കണിടത്ത് ക്യാമറ ഇരിക്കണമെന്നും. എങ്കിൽ പിന്നെ ഇവിടെ എല്ലാം ക്യാമറ ഇരിക്കണം. എങ്കിൽ പിന്നെ അനുമോക്ക് ഒരേ സ്ഥലത്ത് ഓടി നടന്ന് ക്യാമറയുടെ മുമ്പ് പോയി ഇന്ന് ഡാൻസ് കളിച്ചൂടെ? എന്തെല്ലാം കാട്ടിക്കൂട്ടാ. അപ്പം ഈ അരി ഊറ്റണിടത്ത് എന്നെ നിനക്കൊക്കെ നിൻ്റെയൊക്കെ വയറടയാൻ വേവിച്ച് തരണതും പോരാ. അനീഷിൻ്റെ ഫാമിലി വന്നിട്ട് പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അനുമോക്ക് സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവൻ ഈ ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത്. അനുമോള് ക്യാമറ നോക്കിയാണ് പാചകം ചെയ്യണം, നാടക നടിയാണെന്നും പിന്നെന്തോ സീരിയൽ നടി. അവരോരോ വയറ്റിപ്പഴപ്പല്ലേ, അവർക്ക് അതാണ്, ആ കുട്ടിയുടെ കഴിവ് അതാണ്. അഭിനയത്തിലൂടെയാണ് ആ കുട്ടി കൊണ്ടുവരുന്നത്. നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് ഈ അനീഷ് കൂടുതൽ. ഈ PR എന്ന് പറയുന്ന അനീഷ് ഫുള്ള് PRT. അനീഷിൻ്റെ മുഖം മൂടിയെല്ലാം വലിച്ചു കീറി, അക്ബറും ഷാനവാസും കൂടെ വലിച്ചു കീറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവള് ജിസൈൽ അമ്മാവി ഇതിൽ നിന്ന് ചാടി ഇറങ്ങിയതിന് ശേഷം
ജിസൈൽ അമ്മാവിയെ എന്തുകൊണ്ടാണ് ഇറക്കി വിട്ടത് ബിഗ് ബോസ് കണ്ടുപിടിച്ചു കാര്യം. ഇതിനകത്ത് നടക്കുന്നത് രാത്രി എന്നില്ല, പാതിരാത്രി എന്നില്ല, ആ ബെഡിനകത്ത് ഒരു പുതപ്പിനടിയിൽ എന്താണ് നടക്കുന്നതെന്ന് ജിസൈൽ അമ്മാവിയുടെ രംഗങ്ങൾ കണ്ടുപിടിച്ച് കുന്നംകുളം ആര്യനുമായിട്ടുള്ള. പിന്നെ ഇനി ഇത് കൈവിട്ടു പോകും എന്നായി. അപ്പോഴാണ് ഫാമിലി വന്നപ്പോൾ പറഞ്ഞത് മാറിക്കിടക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് മാറ്റിക്കിടത്തി. ഈ കുന്നംകുളത്തിനെ ഇറക്കി വിടാൻ പറ്റൂല, അവനും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഇല്ല ഞണ്ട് ചാടും കണക്ക് അവിടെ നിന്ന് ചാടണ്ടേ. എന്നിട്ട് തന്നെ പെമ്പിള്ളേരെ മണ്ടയിൽ കയറുന്ന കാണണം. എന്തെങ്കിലും പറയുമ്പോൾ ചെന്ന് ഈ അനുമോള കയ്യിൽ പിടിച്ച് കുടഞ്ഞിട്ട് എന്തരടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചെല്ലി. അവൻ എന്തിനും ഈ പെമ്പിള്ളേരെ മണ്ടയിൽ ഇവന് പെമ്പിള്ളേരെ മണ്ടയിലെ വലിഞ്ഞു കയറാനുള്ള ഇതാണ്. നൂറെ കോമ്പോ പിടിച്ചേക്കണമെന്നുള്ള ഒരു ഡൗട്ടുണ്ട് ആര്യൻ. പക്ഷേ ആര്യനെ ഒന്നല്ലാതെ ഒന്ന് നോക്കുന്നുണ്ട് ഇടയ്ക്ക്. ആദിലേറെ ജീവനാണ് നൂറ. അതുപോലെ അനുമോളും ആദിലയും നൂറയും തമ്മിൽ അവർ നല്ല ഫ്രണ്ട്സാണ്. അതിന് ജിസൈൽ അമ്മാവി മീഡിയക്കാർക്ക് വേറെ ജോലിയില്ലല്ലോ, ഇതിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിയല്ലേ ഉള്ളൂ. ചുമ്മാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജിസൈൽ അമ്മാവിയുടെ അടുത്ത് ഒരേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പുതപ്പിനടിയിൽ ആ രംഗം നടന്നതുകൊണ്ടാണ് ബിഗ് ബോസ് പിന്നെ ജിസൈൽ അമ്മാവിയെ അവിടെ നിർത്തിക്കാതെ ഇറക്കി വിട്ടത്. എന്നിട്ടിപ്പോൾ ചെന്ന് ഇന്നും കൊണ്ട് അനീഷിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നൂറേരെ ആദിലേരെ അടുത്ത് കൂട്ടായിരുന്നു. ഇതൊരു ലെസ്ബിയൻ്റെ അടുത്താണെങ്കിൽ എന്തരായി പോവും. ആദിലേക്ക് അങ്ങനെ വേറൊന്നും തോന്നില്ല. നൂറേരെ അടുത്തായിരുന്നു ആദിലേക്ക് ആദ്യമേ അവർ ഇത്രേ വർഷം കൊണ്ടുള്ള ഒരു ഇഷ്ടം അത്രയ്ക്കാണ്. ആദിലേക്ക് നൂറേരെ അടുത്താണ് ഇഷ്ടം. ഇന്ന് വേറെ അനുമോളടുത്തൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഓരോരുത്തരും ഓരോന്നും പറയുന്നുണ്ട്. അതുപോലെ ജിസൈൽ അമ്മാവി അറിയുന്നുണ്ട്. അപ്പോഴൊരു ലെസ്ബിയനെ പിടിച്ചു വെച്ച് കിടത്തി, ലെസ്ബിയൻ്റെ ഇടയിൽ കിടക്കണം. എടി വൃത്തികെട്ടവളെ, ആ കൈവിട്ട് പോയത് കൊണ്ട് നീ ഇപ്പം വന്ന് നിന്ന് നീ വെളുപ്പിക്കുന്നു അനുവും ആദിലെ നൂറേരെയൊക്കെ കാര്യങ്ങൾ. വെളുപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അനുവിന് അങ്ങനെയൊന്നുമില്ല. അനു ഒരു കൂട്ടുകാരിയെ പോലെയാണ് കരുതിയിരിക്കുന്നത്. അല്ലാതെ അനുവിന് അങ്ങനെ ഉള്ള ഒരു ചിന്തയില്ല. പോരെങ്കിൽ നൂറേരടുത്ത് ആദിലേറെ സ്നേഹം വേണം കാണാൻ. അത് വിട്ട് ആദിലേക്ക് ഒരു കളിയില്ലെന്നുള്ളത് അറിയാന്നുള്ള കാര്യമുള്ളൂ. അതാണ് അനുവിൻ്റെ കൂട്ടുകാരി വന്നിട്ടും പറഞ്ഞത്. അവരെ സ്നേഹത്തിൽ തന്നെ വീട്ടിലോട്ട് വിളിച്ച അത്രയ്ക്ക് സ്നേഹമാണ്. പിന്നെ ഒരാളെങ്കിലും വേണ്ടേ ബിഗ് ബോസിനകത്ത് അനുവിൻ്റെ അടുത്ത് മിണ്ടാനായിട്ട്, ഒന്ന് സംസാരിക്കാനായിട്ട്. എല്ലാണ്ണം കൂടെ കമ്പും തടിയും വടിയായിട്ടല്ലേ നിന്നത്. തള്ളക്കവും അമ്മയെ വിളി അച്ഛനെ വിളി എന്തെല്ലാം ആ കുട്ടിയായിട്ട് കാണിച്ചത്. അന്നൊക്കെ അതിലേക്ക് തിരിഞ്ഞാണ് ബാക്കിയുള്ളവരെ കൂടെ നിന്ന് കുത്തിത്തിരിപ്പ് കാണിച്ച ശൈത്യമുള്ള സമയത്ത്. അനുമോക്ക് ആരെങ്കിലും മിണ്ടാനും പറയാനും വേണ്ടേ എന്നുള്ളൊരിത് കൊണ്ടാണ് ആദിലേരുടെ അടുത്തും നൂറേരുടെ അടുത്തും മിണ്ടണത്. നല്ലോണം മിണ്ടി വന്ന ശൈത്യ പോലും കുത്തിത്തിരിപ്പിനായിട്ട് അക്ബറിൻ്റെയും പാർട്ടിയിലൂടെയും പോയി എല്ലാ കഥകളും നുണകളും പറഞ്ഞ് അപ്പാനിയുടെ എല്ലാവരുടെയും ചേർന്ന് അനുമോളെ പറ്റി നുണ പറഞ്ഞു. എല്ലാവരും അങ്ങനെയാണ് ഇപ്പോഴും. എന്നിട്ട് കുത്തിത്തിരിപ്പ് നടത്തുന്നുണ്ട്. എന്നിട്ട് ആദിലെ ഇടയ്ക്ക് അനുമോളെ കുത്തുന്നത് ഞാൻ കണ്ടു. ഒരേ ടാസ്കുകൾ കൊടുക്കുന്ന മോർണിംഗ് ടാസ്കിനായിരുന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുമോളെ ചേച്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആദില അന്ന് കുത്തിത്തിരിപ്പ് ഭയങ്കരമായിട്ട് അനുമോള പറഞ്ഞ സമയത്ത് ഇവൾ എത്രയും പെട്ടെന്ന് ഔട്ടായി പോണേ എന്ന് പോലും ആദിലെടുത്ത് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ആരെങ്കിലും വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് അവർ തന്നെ മനസ്സിൽ വിചാരിച്ച് അവിടെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു. അതിനകത്ത് ആരും മിണ്ടാതെ പോയില്ല. ഒറ്റപ്പെട്ട് നിൽക്കണതാകുമ്പോൾ മനസ്സുകൊണ്ട് ഇളകിപ്പോവും. അതുകൊണ്ടാണ് അനുമോൾ അങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ എപ്പോഴും ഒന്നും ഒരു സ്ഥലത്തൊന്നും അവരെ കൂടെ അങ്ങനെ നിൽക്കുന്നില്ല. മിണ്ടേണ്ട കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയുകയെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ലക്ഷ്മി തമ്പുരാട്ടിയൊക്കെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് സിറ്റ് ഔട്ടിലെ ഇരുത്തോളൂ, അകത്ത് കയറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഈ അനുമോക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ പറയണമെന്ന് തോന്നുന്നു. അവർ മനുഷ്യരല്ലേ എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് എല്ലാം വിചാരിച്ച് ലക്ഷ്മി പറഞ്ഞ ഒരേ വാക്ക് ആരെക്കൊണ്ടും അത് ആർക്കായാലും സഹിക്കാൻ പറ്റാത്ത വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോലെ മനുഷ്യരല്ലേ ആ രണ്ട് കുട്ടികൾ. ആരെ ഇനിയിപ്പം മാതാപിതാക്കൾ എതിർത്ത് പിന്നെ അവർ കളഞ്ഞെന്നും പറഞ്ഞ് വന്ന പേരൻസ് അവിടെയൊക്കെ ഉള്ള ഫാമിലികൾ വന്നപ്പോൾ തന്നെ ഇവരുടെ അടുത്ത് രണ്ടുപേരെടുത്തും ഭയങ്കര സ്നേഹമായിരുന്നു. ഈ ലക്ഷ്മി തമ്പുരാട്ടി പറഞ്ഞ വാക്കുകൾ വെച്ചിട്ടായിരിക്കും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. അതുകൊണ്ടാണ് അനുമോക്കും അങ്ങനെ ഒരിത് തോന്നിയത്. അല്ലാതെ വേറുള്ളൊരു രീതിക്ക് എന്തിനാണ് ജനങ്ങളെ നിങ്ങളങ്ങനെ ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിലേക്ക് അത്രയ്ക്ക് സ്നേഹമാണ് നൂറെ. ലക്ഷ്മി തമ്പുരാട്ടി ഇപ്പം അനീഷിനെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. അനീഷിന് നല്ല സപ്പോർട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് ലക്ഷ്മി തമ്പുരാട്ടി അനീഷിനെ കൂട്ടുപിടിക്കുകയും അപ്പം
ഇവർ രണ്ടുപേരാണ് ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത്, അനീഷും ലക്ഷ്മി തമ്പുരാട്ടി. അപ്പോൾ ഇവർ രണ്ടുപേരും ജയിലിൽ പോകുന്നുണ്ട്. അവരവിടെ തൊട്ട് അവരെ കുട്ടിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആരെയും ഇവരെ കൊണ്ടുവന്നാക്കാൻ പോയില്ല. ലക്ഷ്മി തമ്പുരാട്ടിയുടെ സ്വഭാവവും എല്ലാവർക്കും മനസ്സിലായി. കുത്തിത്തിരിപ്പിൻ്റെ റാണിയാണ് ഈ ലക്ഷ്മി തമ്പുരാട്ടി. അനുമോളടുത്ത് ഈ കിച്ചണിനകത്ത് ഓരോ കാര്യങ്ങൾ ഇന്നലെയൊക്കെ ഭയങ്കര ഞെരിപ്പായിരുന്നു. കിച്ചണിനകത്ത് ഇതുപോലെ അരി അടുപ്പിടാൻ അതിനായിട്ട് അളന്നിടാൻ പറഞ്ഞപ്പോൾ അവൾ പറയണ നീ പറഞ്ഞു തരണ്ട എനിക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഇവളും മാനപ്പുറം അനുമോൾക്ക് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അനുമോളെ തകർക്കാനായിട്ടുള്ള പ്ലാനായിരുന്നു ലക്ഷ്മി തമ്പുരാട്ടി. എന്നിട്ട് അനീഷിന് സപ്പോർട്ടുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ട് അനീഷിലോട്ട് ചായുകയും ജയിലിനകത്ത് ചെന്ന് കിടന്നിട്ട് എന്തോ ഒരു സൊള്ളലായിരുന്നു. എന്തോ ഒരു ഇത് കുട്ടിയിലെ ചൂണ്ടയിടാൻ പോയെന്നും മീൻ പിടിച്ചോണ്ട് വന്നെന്നും പിന്നെന്തേര് കണ്ണുകൊത്തി കളിച്ചെന്നും ഇവള് അടവ് അറിഞ്ഞൂടെ? ഇവളെന്തിനാണ് ഇവക്ക് അനീഷിനെ കൂട്ടുപിടിക്കുമ്പോൾ അനീഷിന് സപ്പോർട്ടുള്ളത് കൊണ്ട് ഇവൾ കയറി പോവാനുള്ള പ്ലാനാണ്. അതാണ് ആദിലെ ഇടിച്ച് താഴ്ത്തി കളഞ്ഞത്. ആദിലെ വേറൊരു അർത്ഥത്തിൽ ആദിലേക്ക് നെഗറ്റീവ് വാങ്ങിച്ചു കൊടുത്തു. എന്നാലും ആ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ലക്ഷ്മി തമ്പുരാട്ടി ഇത്തിരി നല്ല PR-ൻ്റെ ആളാണ് ലക്ഷ്മി തമ്പുരാട്ടി. PR-ൻ്റെ ഇത്രയും നാൾ ലക്ഷ്മി നിന്നത് PR-ൻ്റെ ബലത്തിൻ്റെ പുറത്താണ് നിന്നത്. PR ടീമാണ് കയറ്റി വിടുന്നത്. അതുപോലെ ബിന്നിയെ കുത്തിത്തിരിപ്പ് ബിന്നീരെ എത്രയോ ലക്ഷം രൂപ മുടക്കി കൊടുത്ത PR ഒക്കെ എന്തോന്ന് ഇത് ബിന്നി പണം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് PR എല്ലാം കൂടെ മൂട്ടിലിട്ട്